ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഗോവ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ണൂർ ടു മഡ്ഗോവ, മഡ്ഗോവയിൽ നിന്ന് ഗോവ. ഓക്കെ, അപ്പം നമ്മൾ യാത്രയിൽ പകർത്തിയ കുറച്ച് വീഡിയോസും ചിത്രങ്ങളും ഒക്കെ ഇവിടെ ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്കെല്ലാം കണ്ടു വന്നാലോ? ഓക്കെ, വരൂ, നമുക്ക് പോകാം. അതിൻ്റെ അപ്പുറം ഒരു പാർക്കും ഒക്കെ കണ്ടു. കുറേ സ്ഥലത്തുണ്ട് ഇങ്ങനെ. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. കടൽ തീരമാണ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഗലാപുരമാണോ അറിയില്ല. കടൽ തീരമാണ്. ട്രെയിൻ നല്ല സ്പീഡിലാണ്. എല്ലായിടത്തും സ്റ്റോപ്പില്ല. അപ്പോൾ തലശ്ശേരി സ്റ്റോപ്പില്ലായിരുന്നു, കണ്ണൂരുണ്ട്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ പള്ളിക്കര ഇപ്പോൾ നമ്മൾ കൊങ്കൺ റെയിൽവേയുടെ ഒരു തുരങ്കത്തിലൂടെ കടന്നു പോവുകയാണ്. ആഹാ, നല്ല ഇരുട്ട്. ഇങ്ങനെ കുറേ തുരങ്കങ്ങളുണ്ട് കേട്ടോ. അടിപൊളി. അങ്ങനെ നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലെ ഒരു പ്രധാന സ്റ്റേഷനാണ് മഡ്ഗാവ്. ഇവിടുത്തെ പ്രധാന ഭാഷ കൊങ്കണിയാണ്. പിന്നെ ആളുകളുമായി സംസാരിക്കാനും ടൂറിസം വികസനത്തിനായിട്ട് ഇവർ ഹിന്ദി ഉപയോഗിക്കുന്നു. ഹിന്ദി, ഇംഗ്ലീഷ്, പോർച്ചുഗീസ് ഉപയോഗിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത്. ഗോവയുടെ വാണിജ്യ തലസ്ഥാനമാണ് മഡ്ഗാവോ. ഇത് സാൽ നദിയുടെ തീരത്താണ് നിലകൊള്ളുന്നത്. മോർമുഗാവോ കഴിഞ്ഞാൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഗോവയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് മഡ്ഗാവോ. പോരെ അവരിറങ്ങിയപ്പ ഇവരാണ് നമ്മുടെ അടുത്താണ് നടന്നത്. ആ സീറ്റ് അവിടെ നല്ല പുള്ളിക്കാരൻ പറഞ്ഞ അവരെല്ലാവരും കൂടെ പോകുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ബോം ജീസസ് ചർച്ചിലാണ് വന്നിട്ടുള്ളത്.
വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ അഴുകാത്ത ശരീരം കാണാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. 450 വർഷത്തോളം പഴക്കമുണ്ട് വിശുദ്ധൻ്റെ ശരീരത്തിന്. 1506 ഏപ്രിൽ 7 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ 46-ാം വയസ്സിൽ അഥവാ 1552 ഡിസംബർ 3 ചാങ്ചുവാൻ ദ്വീപിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടത്. 10 വർഷം കൂടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരീരം പൊതുദർശനത്തിനായി വെക്കുന്നത്. ഡിസംബർ 3 അദ്ദേഹത്തിൻ്റെ തിരുനാളാണ്. ഇപ്പോൾ തിരുനാൾ കുർബാന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോവുകയാണ്. പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന വേറൊരു പള്ളിയിലാണ്, ബോം ജീസസ് ചർച്ച് എന്ന് പറഞ്ഞ പള്ളിയിലാണ്. അവിടെ നമ്മൾ ക്യൂ നിന്നിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് കാണാൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. Turing मागणी भावार्थान आणि बायलून शिष्टाचाराची विनवणी देवा मुखार दवरली. ഇവിടെ നിന്ന് ക്യൂ സ്റ്റാർട്ട് ചെയ്യും. ക്യൂവിലൂടെ നമ്മളിങ്ങനെ പോകുന്നു. രണ്ട് റോ ആയിട്ടാണ് പോകുന്നത്. 2 റോയിലൂടെ പോയി ഞങ്ങൾ പോയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. മഴയൊന്നും ഇല്ലായിരുന്നു, വലിയ ചൂടും ഇല്ലായിരുന്നു. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. 5:30 6 മണിയായി ടൈം. ഇപ്പോൾ 5:30 മുതൽ പൊതുദർശനമുണ്ട്, വൈകിട്ട് 5 മണി വരെ. ഞങ്ങളുടെ കൂടെയുള്ള ക്യാമറാമാനാണ് വിവേകാണ് പോകുന്നത്. ഷാലിൻ ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. ബാഗൊക്കെ ചെക്ക് ചെയ്ത് അതിനുശേഷം അവിടെ നിന്ന് കടത്തിയിടുള്ളൂ. പിന്നെ ഇതാണ് നീണ്ട നിരക. ഈ നിരയിലൂടെ പോയിട്ടാണ് 2 റോയായി അങ്ങ് കയറും. ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പ്രൊജക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്യാമറ ഇവിടുന്ന് അലൗഡ് ഉള്ളൂ. ആ ചർച്ചിനുള്ളിലേക്ക് ക്യാമറ, മൊബൈലോ ഒന്നും അലൗഡ് അല്ല. In India, the Indian province of Araman has വിശുദ്ധനെ കണ്ടിറങ്ങി. ഇനി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനൊക്കെയുള്ള സ്ഥലമാണ് അതിന് സൈഡിൽ. പിന്നെ അവിടെ ഫുഡുണ്ട്, ഫുഡ് കൗണ്ടറുണ്ട്, ഫുഡ് കഴിക്കാം. ഫുഡിനൊക്കെ നല്ല വിലയാണ്, നമ്മളവിടെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാം. വലിയൊരു ഗ്രൗണ്ടാണ് ഇതിൽ, അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം. ബോം ജീസസ് ചർച്ച്, ഓൾഡ് ഗോവ. ഓൾഡ് ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ബോം ജീസസ് ചർച്ച്. എല്ലാം പറഞ്ഞല്ലോ. ജീസസ് ക്രൈസ്റ്റിനെ തിരിഞ്ഞു വയ്ക്കൂ.
എന്തേ ജീസസ് ക്രൈസ്റ്റ് ഇവിടെ ഉണ്ട്? കൊച്ചിനെ കാണത്തില്ല. ജീസസ് ക്രൈസ്റ്റിനൊപ്പം. ഉള്ളിൽ ആരുണ്ടായിരുന്നു? അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു 10-15-20 മിനിറ്റ് കഴിക്കാം. നമ്മൾ ഒരു 3-4 മണിക്കൂർ നിൽക്കേണ്ടി വരും. നിങ്ങളെ ഇന്ന് നോക്കിയോ. ഈ ഫോണിന്റെ ബ്രൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പെട്ടെന്ന് കിട്ടിയില്ല. This place is Panaji. Evening cruise they are doing here. Evening cruise, sunset cruise, party boat. This place Panaji. Panaji. तक मिरामार बीच तक पूरा लेके जाएगा. सनसेट डांस रहता है, लाइव डांस पार्टी रहता है. आप लोग डांस फोटो वीडियो निकालने को मिलता है. बहुत अच्छा, रात को बहुत अच्छा दिखता है. पूरा लाइटिंग रहता है ना. കഴിഞ്ഞില്ല. മഴയത്ത് ഡോൾഫിൻ ചാടുമോ? അങ്ങനെ നമ്മൾ ഡോൾഫിൻ പോയിന്റിലേക്ക് പോവുകയാണ്. ഡോൾഫിൻ ചാടുമോ ഇല്ലയോ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല വെയിലില്ലായിരുന്നു, ഒരു മഴക്കാറ് മൂടിയ കാലാവസ്ഥയായിരുന്നു. കലാപക്കാരാ നിങ്ങൾ കേരളം പോലെ തന്നെ തെങ്ങ്, ഇളനീര്, പാടം. അവിടെ എന്താ വെളുത്ത സാധനമുണ്ട്, കൂണ് പോലെ നിൽക്കുന്നത്. എന്തായാലും പൂവാണോ എന്നറിയില്ല. എസ്തർ പറഞ്ഞത് കൂണാമ്മേന്ന്. ഡോൾഫിൻ പോയിന്റ്. ഇവിടുന്ന് ബോട്ടിംഗ് ആണ്. ബോട്ടിൽ കയറി ഡോൾഫിൻ പോയിന്റിലേക്ക് പോവാണ്. ഇവിടെയെല്ലാം ഒത്തിരി കടകളുണ്ട്. ഇളനീരുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ശംഖു, കുറേ രൂപങ്ങൾ, കമ്മലുകൾ, ഡ്രസ്സുകൾ. ഇതാ ഇവിടെ ബോട്ടിംഗ് ആണ്. ഈ ബോട്ടിൽ കയറി പോകുമ്പോൾ ആണ് ഡോൾഫിൻ പോയിന്റിലെത്തുക. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചാടുന്നത് കണ്ടു, വലിയതായിട്ടൊന്നും കാണാൻ പറ്റിയില്ല.
കാലാവസ്ഥ അത്ര ക്ലിയർ അല്ലായിരുന്നു. നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് ചാടുമായിരുന്നു. ഡോൾഫിൻ പോയിന്റ്. ഇളനീർ. നമ്മളിവിടെ ഒരു ബാസ്ക്കറ്റിൽ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അങ്ങോട്ട് പോവാണ്. ബോട്ടിൽ കയറാൻ പോവാണ്. നമ്മൾ 2 ബോട്ടിലായിട്ടാണ് പോയത്. നമ്മളെല്ലാവരും കൂടി ഒറ്റ ബോട്ടിൽ കയറാൻ പറ്റിയില്ല. 2 ബോട്ടിലായിട്ടാണ് പോയത്. പാവം ഡോഗിന് നമ്മൾ ബോട്ടിൽ കയറി. देखो राइट साइड में देखो, सब लोग देखो राइट साइड में देखो, ये जिम्मी अग्रवाल की बंगला है। जिम्मी अग्रवाल, उसका ऑनर का नाम है जिम्मी और उसका बिजनेस है डायमंड वंचर का, और वो पूरा अंडरग्राउंड बंगला है। उसका कीमत है 8 करोड़। और जो हसीना मंजा की मूवी शूटिंग हुआ है यही सीन उसका, पूरा शूटिंग इसमें हुआ है हसीना मंजा की। അതായത് ആ ബംഗ്ലാവ് അണ്ടർഗ്രൗണ്ടിലുള്ള ബംഗ്ലാവാണ്. ഇത് ഷൂട്ടിങ്ങിന് കുറെ കൂട്ടുകാരൻ വിശദീകരിച്ചതല്ല, മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഇത് അണ്ടർഗ്രൗണ്ടിലുള്ളൊരു ബംഗ്ലാവാണ്. അവിടെ സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ കുറേ ബിൽഡിങ്സ് കാണാം. വണ്ടി മണ്ണിൻ്റെ അവിടെ എത്തും. ഇയാൾക്ക് തള്ളിയിട്ട് കിട്ടുന്നില്ല. അതാണ് അവിടെ കണ്ടില്ലേ, അവിടെ വെച്ച് അത് തിരിച്ചില്ല. അതുപോലെ തിരിച്ചു കുറേ ആൾക്കാരെ പറയും അതിന് കുഴപ്പമില്ല. ഭക്ഷണമൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഗോവനെ കൊടുത്തേ അവിടെ അവൻ്റെ അമ്മി ചേച്ചിയുടെയും പിന്നെ ജോലിയാണ്. ഒന്നല്ല ഒരു കൂട്ടം ഇവിടെ നമ്മളീ പോണ. ആ
അത് ചൂടിലാണ് കൂടുതൽ പൊളക്കുക. ആ കാണുന്നു വാല് ഇതാടെ രക്കുണ്ടേ അടുത്തേക്ക് നോക്കടാ. പിന്നെ ആരും നോക്കും നേരെ അടുത്ത പാത്തി ആരോടെ പറഞ്ഞേ ഈ കണ്ണില്ലാത്ത ആളാണ് എന്നിട്ട് ഞാൻ കണ്ടു. ഇതാ നോക്കണേ പിന്നെ ഒന്നുകൂടി നോക്കിയേ പിന്നെ ഇതാ കാണുന്നില്ല നേരെ കാണുന്നില്ല. ആ ഞാൻ കണ്ടു. എല്ലാവരും ഡോൾഫിനെ കാണുന്ന തിരക്കിലാണ്. ഡോൾഫിൻ്റെ ഒരു ചെറിയ തല കാണുമ്പോഴേക്കും എല്ലാ ബോട്ടും കൂടെ ആ സൈഡിലേക്ക് പാഞ്ഞു വരും. ഇപ്പം ഡോൾഫിൻ വേറെ സ്ഥലത്ത് വിട്ടു. എല്ലാവരും ആകാംക്ഷാപൂർവ്വം നോക്കിയിരിക്കുകയാണ് ഇനി എവിടെയാണ് പോകുന്നത്. ഡോൾഫിനെ കണ്ടേ കുറേ ബോട്ടുകളുണ്ട്. ചെറിയത് കാണുമ്പോഴേക്കും എല്ലാ ബോട്ടുകളും കൂടി പാഞ്ഞ ആ സൈഡിലോട്ട് വരും. നല്ല വെയിലാണെങ്കിൽ ശരിക്കും കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അന്ന് നല്ല വെയിലില്ലായിരുന്നു. അങ്ങനെ ഡോൾഫിനെ കണ്ട് ഞങ്ങൾ റിട്ടേൺ പോന്നു. അതിൻ്റെ ഇടയിൽ വിവേകിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ബിജിച്ചേട്ടൻ, ഷാജൻ ചേട്ടൻ, ചേച്ചി, സ്തുതിമോള്, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ബോട്ട് കഴിഞ്ഞ് അടുത്ത ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇത് ശംഖുണ്ട്, ശംഖ്, സൂപ്പർ ശംഖ്, വലംപിരി ശംഖുകൾ. അങ്ങനെ അടുത്ത ബീച്ചിലെത്തി. ഇവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്.
അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴി ഇതൊരു മലങ്കര ചർച്ചാണ്. നമ്മളിവിടെ ഇറങ്ങിയില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. മലങ്കര ചർച്ച്. ഇത് പനാജിക്കും പോർവേറിനും ഇടയിൽ പോകുന്ന ഗോവയിലെ കേബിൾ സ്റ്റാൻഡ് പാലമാണ്. അടൽ സേതു എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഏകദേശം 5.1 കിലോമീറ്റർ നീളമുള്ളതാണ്. ഇത് ഇന്ത്യയിലെ 3ാമത്തെ നീളമേറിയ കേബിൾ സ്റ്റാൻഡ് പാലമായി മാറുന്നു. കാറ്റിൻ്റെ വേഗത കൂടിയതിനാൽ ഇവിടെ മുച്ചക്ര വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, കാളവണ്ടികൾ എന്നിവ നിരോധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണം 2014 ജൂൺ 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാമത്തെ മഡോവി പാലത്തിന് തറക്കല്ലിട്ടു. പാലം 2019 ജനുവരി 27 പൂർത്തിയായി. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഉദ്ഘാടനം ചെയ്തത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ പാലത്തിന് അടൽ സേതു എന്ന് പേരിട്ടത്. ഫെബ്രുവരി 5 പാലം വാഹന ഗതാഗതത്തിന് തുറന്നു. कृपया ध्यान दीजिए 85634 लोकमान्य तिलक टर्मिनस तिरुवनंतपुरम नेत्रावती एक्सप्रेस यशवंतपुर. कृपया लक्ष द्या 1634 लोकमान्य तिलक टर्मिनस तिरुवनंतपुरम नेत्रावती एक्सप्रेस. आपल्या
അപ്പോൾ വളരെ നല്ലൊരു യാത്രയായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് അല്പയാത്രയ്ക്കൊക്കെ ഉപയോഗിക്കാം. നമ്മളും ഒന്ന് റെസ്റ്റ് ആവും, ഫ്രീ ആവും. ഓക്കെ, അപ്പം കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.